ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാഫ് എ ഡേ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനും സൈഡിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത് ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് ദ 3 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിലെ 3 സ്റ്റേജസ് ആണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന കഥയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഏതാണ് ആ 3 സ്റ്റേജസ്? ദ ഏജ് ഓഫ് ഇന്നസെൻസ്, നിഷ്കളങ്കതയുടെ കാലം. ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, പഠനത്തിന്റെയും വളർച്ചയുടെയും കാലം. ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്, പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന കാലം. ആസ് ടൈം പ്രോഗ്രസസ് ദ സറൗണ്ടിങ്സ് ചേഞ്ച്, സമയം മുന്നോട്ട് പോകുന്തോറും നമ്മളുടെ ചുറ്റുപാടും മാറുകയാണ്. ദ എക്സ്പീരിയൻസസ് വി ഗ്യാദർ ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ്, നമ്മൾ നേടുന്ന എക്സ്പീരിയൻസുകളാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെയും ഷേപ്പ് ചെയ്യുന്നത്. നമ്മൾ പെരുമാറുന്ന രീതികൾ, നമ്മളുടെ സ്വഭാവം, ഇതിനൊക്കെ കാരണം നമ്മൾ നേരിടുന്ന എക്സ്പീരിയൻസുകളാണ്. Now, revisit the story and complete the table identifying the words, phrases, expressions that denote the change in the setting and attitude. അപ്പോൾ നമ്മുടെ കഥ റീവിസിറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റേജിലെയും കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും അതിന് മാച്ച് ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും എക്സ്പ്രഷൻസും ഒക്കെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നമുക്ക് 3 സ്റ്റേജസ് കാണാം അല്ലെ. ഏതൊക്കെയാണ്? ഏജ് ഓഫ് ഇന്നസെൻസ്, ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്. അതില് എല്ലാത്തിലും ആദ്യത്തെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഏജ് ഓഫ് ഇന്നസെൻസ്, നിഷ്കളങ്കതയുടെ കാലം. അപ്പൊ അതിൽ സെറ്റിംഗ് ആയിട്ട് വരുന്നത് എന്താണ്? സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്, ഇരുവശങ്ങളിലും പൂന്തോട്ടമുള്ള തെരുവുകളിലൂടെ നടന്നിട്ടാണ് കുട്ടി സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇന്നസെൻസിന്റെ പ്രായത്തില് ഉള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ആണ്. ഇനി ഏതൊക്കെയാണ് ആ സെറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മളുടെ കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടി കാണുന്നത് എന്താണ്? എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, നിറയെ കൃഷി ചെയ്യുന്ന പാടങ്ങൾ 2 വശത്തും കാണുന്നുണ്ട്. ഹെന്ന ട്രീസ് ആൻഡ് ഡേറ്റ് പാംസ്, പിന്നെ എന്താ കാണുന്നത്? മൈലാഞ്ചി ചെടികളും ഈന്തപ്പനയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഏജ് ഓഫ് ഇന്നസെൻസിന്റെ സെറ്റിംഗ്സ് ആയിട്ട് വരുന്നത്. ഇനി ആ സമയത്തെ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? കൺസിഡേഴ്സ് സ്കൂൾ ആസ് പണിഷ്മെന്റ്, എന്നാണ് സ്കൂളിൽ പോകുന്നത് ഒരു ശിക്ഷ എന്നാണ് കുട്ടി വിചാരിച്ചിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ആ സമയത്ത് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്? കുട്ടി സ്കൂളിൽ പോകാനായിട്ട് മടി കാണിച്ച് അച്ഛന്റെ കയ്യിൽ തന്നെ പിടിക്കുന്നുണ്ട് അല്ലെ. സ്കൂളിലേക്ക് പോകാനായിട്ട് കുട്ടിക്ക് ഒരു ഭയമൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്റ്റേജിലെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ലിങ്സ് ടു ഹിസ് ഫാദേഴ്സ് ഹാൻഡ്, അച്ഛന്റെ കൈ മുറുകെ പിടിച്ച് സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുകയാണ്. ഫീൽസ് എഫ്രെയ്ഡ് ആൻഡ് റിലക്റ്റന്റ് ടു ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോകാൻ പേടിയുണ്ട്. പുതിയൊരു സ്ഥലത്ത് ആരും അറിയാത്ത കുട്ടികളെയൊക്കെ നേരിടാനായിട്ടുള്ള ഒരു പേടിയും ഒരു മടിയും കുട്ടിക്കുണ്ട്. അതാണ് ഏജ് ഓഫ് ഇന്നസെൻസിലെ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത സ്റ്റേജ് ഏതാണ്? ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടി സ്കൂളിലെത്തി. അപ്പോഴാണ് കുട്ടി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ച് വളരുന്നത്. ആ സമയത്ത് സെറ്റിംഗ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? റിച്ച് വെറൈറ്റി, സ്കൂളിൽ റിച്ച് വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതാണ് റിച്ച് വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഗെയിംസ്, സ്കൂളിലെ കുട്ടികളായിട്ട് ഗെയിംസ് കളിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് അവിടുത്തെ മ്യൂസിക് റൂമാണ്. അവിടെ മ്യൂസിക് പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ഭാഷ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ സെറ്റിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പും ലേണിംഗും അവിടെ സംഭവിക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ കുറെ കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നുണ്ട് അല്ലെ. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് റൈവൽറീസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ഇതൊക്കെ കുട്ടി അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജിലെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പും ലേണിംഗും കൂടിയാണ്. ഇനി ഈ സ്റ്റേജിലെ ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിട്ട് കുട്ടി ഫ്രണ്ട്സ് ആവുന്നുണ്ട്. മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ്, ആൺകുട്ടികളായിട്ട് കൂട്ടുകൂടുന്നുണ്ട്. ഫോൾസ് ഇൻ ലവ് വിത്ത് ഗേൾസ്, കുറെ സ്വീറ്റ് ഹാർട്സിനെ ഞാൻ ഉണ്ടാക്കി, ഗേൾസിനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളുമായിട്ട് ഇഷ്ടത്തിലാവുന്നുണ്ട്. ഫീൽസ് കണ്ടന്റ് ആൻഡ് ഹാപ്പി, അതോടൊപ്പം തന്നെ ഒരു സംതൃപ്തി കുട്ടിക്ക് തോന്നുന്നുണ്ട്. ആദ്യം മടിയാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇത് നല്ലൊരു സ്ഥലമാണ് എന്ന് മനസ്സിലാവുമ്പോൾ കുട്ടിക്ക് ഒരു സംതൃപ്തിയും സന്തോഷമാണ് തോന്നുന്നത്. അപ്പൊ ഈ കണ്ടന്റ്മെന്റും ഹാപ്പിനെസ്സും ഈ ഗ്രോത്തിന്റെ സ്റ്റേജിലെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അവസാനത്തെ സ്റ്റേജ് ഏതാണ്? അവസാനത്തെ സ്റ്റേജ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസ് ആണ്. തനിയെ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാതെ ചുറ്റുപാടും എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ആളെയാണ് നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ സ്റ്റേജില് സെറ്റിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ ഗാർഡൻസ് ഒക്കെ മാറിയിട്ട് അവിടെ പുതിയ ബിൽഡിങ്സ് ആണല്ലേ വരുന്നത്. അപ്പൊ ഹൈ ബിൽഡിങ്സ് ഉണ്ട്, ക്രൗഡഡ് സ്ട്രീറ്റ്സ് ഉണ്ട്, നിറയെ കുട്ടികളും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ നിറയെ തിരക്കാണ്, ആളുകൾ യാത്ര ചെയ്യുന്നു, നിറയെ വണ്ടികളും ഫയർ എഞ്ചിനും പിന്നെ സർക്കസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടുത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ബിൽഡിങ്സ്, ക്രൗഡഡ് സ്ട്രീറ്റ്സ്, വെഹിക്കിൾസ് ആൻഡ് ട്രാഫിക്, ഇതൊക്കെയാണ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസിലെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്.
ഇനി ആ സമയത്ത് ആറ്റിറ്റ്യൂഡ് എന്താണ്? ഓൾഡ് മാൻ ആയിട്ട് ഈ മാറ്റമൊക്കെ കാണുമ്പോൾ ഒരു പേടിയും കൺഫ്യൂഷൻ ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫീൽസ് ഡിസ്റ്റർബ്ഡ്, ഫീൽസ് കൺഫ്യൂസ്ഡ് ആൻഡ് ഷോക്ഡ്. ഈ മാറ്റം കണ്ടിട്ടുള്ള ഭയവും ഒരു ഷോക്കും ഉണ്ട്. ബിക്കംസ് ഹെൽപ്ലെസ് ആയിട്ട് ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരുടെ സഹായം വേണം എന്നുള്ളൊരു സ്റ്റേജ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇതാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേജസും. ഓരോ സ്റ്റേജിലെയും സെറ്റിങ്ങും ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് ഈ കഥയിലെ എല്ലാ ഇവന്റ്സും നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. The following table presents a few statements related to the story half a day. നമ്മുടെ കഥയിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. Find reasons for each event stated in the table and write them down in the space provided. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിനും അത് പറയാനുള്ള കാരണമാണ് നമുക്ക് അടുത്ത കോളത്തിൽ കണ്ടുപിടിക്കണ്ടേ. ഫസ്റ്റ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? The boy was reluctant to go to school. സ്കൂളിലേക്ക് പോകാന് ആ കുട്ടിക്ക് മടിയാണ് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും? കുട്ടി ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലെ, അവിടെ പരിചയമില്ലാത്ത ആളുകളാണ്, പിന്നെ അവിടെ പണിഷ്മെന്റ് ഉണ്ടാവും, ഇങ്ങനത്തെ ഒക്കെ ഭയമാണ് കുട്ടിക്കുള്ളത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഹി വാസ് എഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ. സ്കൂളിൽ പണിഷ്മെന്റ് കിട്ടുമോ, ശിക്ഷ കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് സ്കൂളിലേക്ക് പോകാനായിട്ട് മടി കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫാദർ വോണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. അച്ഛന് കുട്ടി സ്കൂളിൽ പോകാനാണ് ആഗ്രഹം, തന്നെ പോകണം, ബ്രേവ് ആയിട്ട് ബോൾഡ് ആയിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഹി ബിലീവ്ഡ് ദാറ്റ് സ്കൂൾ വുഡ് മേക്ക് ഹിം എ യൂസ്ഫുൾ ആൻഡ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. സ്കൂൾ ഈ കുട്ടിയെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ലൊരു വ്യക്തിയാക്കി മാറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അച്ഛൻ പറയുന്നത് നീ തനിയെ സ്കൂളിൽ പോകണം, ഇനി ഈ ലോകം നീ തന്നെയാണ് നേരിടേണ്ടത് എന്നൊക്കെ. ഈ കുട്ടിയെ നല്ലൊരു പൗരനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ സ്കൂളിൽ പോകണമെന്ന് പറയുന്നത്. അടുത്തത് സ്കൂൾ ബ്രോട്ട് ഹിം കണ്ടെന്റ്മെന്റ്. സ്കൂളിൽ പോകുമ്പോൾ ഈ കുട്ടിക്ക് സംതൃപ്തി കിട്ടുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഹി മെയ്ഡ് ഫ്രണ്ട്സ്, പ്ലേഡ് ഗെയിംസ് ആൻഡ് ലേൺ മെനി ന്യൂ തിങ്സ്. സ്കൂളിൽ പോയിട്ട് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുന്നുണ്ട്, ഗേൾ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്, പുതിയ കളികൾ കളിക്കുന്നു, ഭാഷ പഠിക്കുന്നു, അങ്ങനെ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഒരു സംതൃപ്തി കിട്ടുന്നത് സ്കൂളിൽ. അടുത്തത് വരുന്നത് സ്കൂൾ വാസ് നോട്ട് ആസ് സ്വീറ്റ് ആസ് ഹി തോട്ട്. അവൻ വിചാരിച്ച പോലെ അത്രയും സ്വീറ്റ് അല്ല സ്കൂൾ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. അതിന്റെ റീസൺ എന്താ? കഥയിൽ പറയുന്നുണ്ട് നല്ല സ്വീറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, റൈവൽറീസ്, ഹേറ്റ്രഡ്, പണിഷ്മെന്റ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ റീസൺ വരുന്നത് there were rivalries, punishments, scolding and difficulties. സ്വീറ്റ് ആണെന്ന് തോന്നുമെങ്കിലും സ്കൂളില് ശിക്ഷ, ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്, കുട്ടികൾ തമ്മിൽ റൈവൽറി, ശത്രുത, ദേഷ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്കൂള് സ്വീറ്റ് ആണെന്ന് വിചാരിച്ച പോലെ അത്രയും സ്വീറ്റ് അല്ല എന്ന്. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസൺസും ആയിട്ട് വരുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 വരുന്നത് ഒരു മെമ്മറി ലെയിൻ ആണ്. Half a day beautifully illustrates the narrator's journey through time. നറേറ്ററിന്റെ സമയത്തിലൂടെയുള്ള യാത്രയാണ് ഈ കഥയിൽ കാണിക്കുന്നത്. On the way he encounters many people, has diverse experiences and undergoes a profound transformation. The following diagram depicts his journey to school as a child and his return as an elderly man. അപ്പം നറേറ്റർ സ്കൂളിൽ പോകുന്ന ആ യാത്രയിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിയായിട്ട് പോയിട്ട് ഒരു എൽഡർലി മാൻ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. Look at the diagram carefully and complete the account of memory lane suitably based on your reading of the story. You may make use of the hints. അപ്പം ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കാണിക്കുന്നത്. നറേറ്ററിന്റെ യാത്രയിലുള്ള ഒരു വഴിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആ വഴിയിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നറേറ്റർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ എന്താണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. നമ്മുടെ ഈ കഥയിലെ നറേറ്ററുടെ യാത്ര ഈ ചിത്രത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഏറ്റവും അടിയിൽ നിന്നാണ് ആ വഴി തുടങ്ങുന്നത്. അപ്പൊ അവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്? ലീവിംഗ് ഹോം, വീട്ടിൽ നിന്ന് പോവാണ് ആദ്യം സ്കൂളിലേക്ക്. അപ്പൊ അവിടെ നറേറ്റർ പറയുന്നത് പോലെ എഴുതാണ്, ഐ വാക്ക് വിത്ത് മൈ ഫാദർ വെയറിംഗ് ന്യൂ ക്ലോത്ത്സ്. ഐ വാസ് ഹാപ്പി ബട്ട് ഹാഡ് ഫിയേഴ്സ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോവാണ്, ഹാപ്പിയാണ്, എങ്കിലും പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ പേടിയുണ്ട് എന്ന്. അടുത്തത് എന്താണ്? വാക്കിംഗ് ടു സ്കൂൾ. സ്കൂളിലേക്ക് നടക്കുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും ചെടികളൊക്കെ അവിടെ കാണാം അല്ലെ. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ്? വാക്ക്ഡ് വിത്ത് ഫാദർ ത്രൂ ദ സ്ട്രീറ്റ്സ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ്. നിറയെ പൂന്തോട്ടവും പാടമൊക്കെയുള്ള വഴിയിലൂടെയാണ് നടക്കുന്നത്. ഐ ക്വസ്റ്റ്യൻ വൈ ഷുഡ് ഐ ഗോ ടു സ്കൂൾ. ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്, ഈ ഒരു പണിഷ്മെന്റ് എന്തിനാണെന്ന് അച്ഛനോട് ചോദിക്കുകയാണ്.
അപ്പൊ ഇതാണ് വാക്കിംഗ് ടു സ്കൂൾ, സ്കൂളിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് സ്കൂൾ ഗേറ്റിലാണ്. സ്കൂൾ ഗേറ്റിൽ നിന്ന് സ്കൂളിലേക്ക് നോക്കുമ്പോൾ നിറയെ കുട്ടികളെ കാണുന്നുണ്ട്, പോവാനായിട്ടൊരു ഭയമുണ്ട്, അച്ഛന്റെ കയ്യിൽ മുറുകിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ സ്കൂൾ ഗേറ്റിൽ വെച്ചിട്ട് കുട്ടിക്ക് തോന്നുന്നത് ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു മൈ ഫാദേഴ്സ് ഹാൻഡ് ആൻഡ് ഫെൽറ്റ് ലോൺലി എമംഗ് ദ സ്ട്രേഞ്ചേഴ്സ്. സ്കൂളിലേക്ക് പോയ മടിയായിട്ട് അച്ഛന്റെ കൈ മുറുകെ പിടിക്കുകയാണ്. കുറെ അപരിചിതരുടെ ഇടയിൽ ഒറ്റപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് സ്കൂൾ ഗേറ്റിൽ വരുന്ന എക്സ്പീരിയൻസ്. ഇനി അടുത്തത് എങ്ങോട്ടാണ്? ഇൻസൈഡ് ദ ക്യാമ്പസ്. സ്കൂളിനകത്ത് എന്തൊക്കെയാ ചെയ്തത്? പ്ലേഡ് ഗെയിംസ്, ലേൺ ലാംഗ്വേജ് ആൻഡ് നമ്പേഴ്സ്, സാങ് സോങ്സ്, ഏറ്റ് ഫുഡ് ആൻഡ് ടുക്ക് നാപ്സ്. എന്തൊക്കെയാണ്? കുറെ ഗെയിംസ് കളിക്കുന്നുണ്ട്, ഭാഷ, മ്യൂസിക്, നമ്പേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതാണ് സ്കൂളിനകത്തുള്ളത്. ഇനി സ്കൂളില് ദ വുമൻസ് ഇൻസ്ട്രക്ഷൻസ്, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. എന്താണ്? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, നിങ്ങളുടെ കണ്ണീരൊക്കെ തുടച്ച് പുതിയ ജീവിതത്തിനെ വളരെ സന്തോഷത്തോടു കൂടി ഫേസ് ചെയ്യാനാണ് ആ സ്ത്രീ പറയുന്നത്. അടുത്തത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന സ്റ്റേജ് ആണ്, മേക്കിംഗ് ഫ്രണ്ട്സ്. സ്കൂൾ ഹാഡ് എ വെറൈറ്റി ഓഫ് എന്റർടൈൻമെന്റ്, മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ്. കുറെ വെറൈറ്റി എന്റർടൈൻമെന്റ്സ് സ്കൂളിൽ ഉണ്ടായിരുന്നു. ബോയ്സിനെ ഫ്രണ്ട്സ് ആക്കുന്നുണ്ട്, ഗേൾസുമായിട്ട് സ്നേഹത്തിലൊക്കെ ആവുന്നുണ്ട്. അതാണ് മേക്കിംഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഓദർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്തത് റിയലൈസേഷൻ ആണ്. എന്താണ് തിരിച്ചറിയുന്നത്? ഹി ഡിസ്കവേർഡ് ദാറ്റ് ലൈഫ് വാസ് നോട്ട് ഓൺലി ജോയ് ആൻഡ് പ്ലേ ബട്ട് ഓൾസോ സ്ട്രഗിൾസ്, റൈവൽറീസ് ആൻഡ് ഹാർഡ്ഷിപ്സ്. അവൻ എന്താണ് സ്കൂളിൽ തിരിച്ചറിയുന്നത്? ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷവും സ്വീറ്റും അല്ല, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ശത്രുതയൊക്കെ ലൈഫിലുണ്ടാവും. അതും ലൈഫിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് സ്കൂളിൽ കുട്ടിക്ക് ഉണ്ടാവുന്നത്. ഇനി ഈ വഴി എത്തിയിട്ട് അവസാനിക്കുന്നത് എവിടെയാണ്? ആൻ എൽഡർലി മാൻ ക്രോസിംഗ് ദ റോഡ്. റോഡ് ക്രോസ് ചെയ്യുന്ന ആ വയസ്സായ വൃദ്ധനായിട്ടുള്ള മനുഷ്യനിലാണ്. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ആ ചിത്രത്തിൽ കാണാം, രണ്ട് സൈഡിലും നിറയെ വെഹിക്കിൾസ് ആണ്, നല്ല തിരക്കായിട്ടുള്ള റോഡാണ്, ആ ഗാർഡനും ഫീൽഡും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേജിൽ എങ്ങനെയാ വരുന്നേ? A young boy called him grandpa and helped him cross the road. ഒരു യങ് ബോയ് ഗ്രാൻഡ്പാ, മുത്തശ്ശ എന്ന് വിളിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. റിവീലിംഗ് ദാറ്റ് ഹി ഹാഡ് ബിക്കം ഓൾഡ്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? ആ കുട്ടി ഇപ്പോൾ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറി എന്നാണ്. അപ്പൊ ഈ മെമ്മറി ലെയിനിൽ നമ്മളുടെ കഥയിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആദ്യം വീട്ടിൽ നിന്ന് അച്ഛന്റെ കൈ പിടിച്ച് പോകുന്നത് തൊട്ട് ആ വഴി കറങ്ങി ഒരു സർക്കിൾ പോലെ തിരിച്ചെത്തുന്നത് എന്താണ്? ലൈഫിലെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് വീണ്ടും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന ഒരു ഓൾഡ് മാൻ ആയിട്ടാണ്. അപ്പം ലൈഫ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ സറൗണ്ടിങ്സിലുള്ള ചേഞ്ച് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്നുള്ള ഭാഗമാണ്. അതിൽ ആക്ടിവിറ്റി 1 വരുന്നത് റീവിസിറ്റ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്യാരക്ടർ മാപ്പ് ഓഫ് ദ നറേറ്റർ. കഥ വായിച്ചിട്ട് നറേറ്ററിന്റെ ക്യാരക്ടർ മാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നറേറ്ററിന്റെ കുട്ടിയായിട്ടുള്ള ഇമേജും ഓൾഡ് മാൻ ആയിട്ടുള്ള ഇമേജും ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ്, കാണാൻ എങ്ങനെയാണ്? റോൾ ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ഈ കഥാപാത്രത്തിന്റെ റോൾ എന്താണ്? റിയലൈസേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കഥാപാത്രം തിരിച്ചറിയുന്നത്? അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ് ഓർ റിമാർക്സ് ബൈ ദ ഓദർ ഓർ അതർ ക്യാരക്ടേഴ്സ്. നമ്മുടെ കഥയിലെ ഓദറോ അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളോ ഈ ക്യാരക്ടറിനോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനാലിസിസ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഈ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ആദ്യം എഴുതേണ്ടത്. എന്നിട്ടാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. അപ്പൊ അതിൽ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് സ്മോൾ സ്കൂൾ ബോയ് അറ്റ് ദ ബിഗിനിങ്. തുടക്കത്തിൽ ഒരു ചെറിയ സ്കൂൾ ബോയ് ആണ്. പിന്നെ എന്തൊക്കെയാ ധരിച്ചിരുന്നത്? ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് റെഡ് ടർബൂഷ്. ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ കളറിലുള്ള യൂണിഫോമും ചുവന്ന നിറത്തിലുള്ള തൊപ്പിയുമാണ്. ബിക്കം ആൻ ഓൾഡ് മാൻ ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. കഥ അവസാനിക്കുമ്പോഴേക്കും ഒരു വൃദ്ധനായിട്ട് മാറുന്നുണ്ട്. ഇനി റോൾ ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ നറേറ്ററുടെ റോൾ എങ്ങനെയാണ്? മെയിൻ ക്യാരക്ടർ ആണ് അല്ലെ, സെൻട്രൽ ക്യാരക്ടർ ആൻഡ് നറേറ്റർ. ഈ കഥ പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്. വേറൊരു ഓദർ പറയുന്ന രീതിയിലല്ല, സ്വയം ഈ കുട്ടി പറയുന്ന രീതിയിലാണ് കഥ പോകുന്നത്. അപ്പോൾ ഈ കുട്ടി തന്നെയാണ് നറേറ്റർ ആയിട്ട് വരുന്നത്. റെപ്രസെന്റ്സ് എവറി ഹ്യൂമൻ ബീങ്സ് ജേർണി ത്രൂ ലൈഫ്. എല്ലാ മനുഷ്യരുടെയും ജീവിതയാത്രയെയാണ് ഈ നറേറ്റർ കാണിക്കുന്നത്. അടുത്തത് റിയലൈസേഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ നറേറ്റർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്? ലൈഫ് പാസസ് വെരി ക്വിക്ലി. ജീവിതം വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ചൈൽഡ്ഹുഡ്, യൂത്ത് ആൻഡ് ഓൾഡ് ഏജ് ആർ ലൈക്ക് സ്റ്റേജസ് ഓഫ് എ സിംഗിൾ ഡേ. ഒരു ദിവസം പോലെയാണ് ചൈൽഡ്ഹുഡും യൂത്തും വാർദ്ധക്യമൊക്കെ കടന്നു പോകുന്നത്. ഒരു ദിവസം, ഒരു ഹാഫ് എ ഡേയിലാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. അത്രയും സ്പീഡിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇതിൽ നറേറ്റർക്ക് ഉണ്ടാവുന്നത്. അടുത്തത് മറ്റ് കഥാപാത്രങ്ങളുടെ അനാലിസിസ് അല്ലെങ്കിൽ റിമാർക്സ് ആണ്. അവിടെ ഫാദർ പറയുന്നത് എന്താണ്? സ്കൂൾ ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ.
കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് മടിയായിട്ട് ഇതൊരു പണിഷ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നതാണ് സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളെ നല്ല പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്ന ഫാക്ടറിയാണ് സ്കൂൾ. പിന്നെ അവിടെ സ്കൂളിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങളുടെ കണ്ണീരൊക്കെ തുടച്ച് ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുമെന്ന്. പിന്നെ അവസാനം യങ് ബോയ് വന്നിട്ട് പറയാണ്, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു എക്രോസ്. ഈ 3 ക്യാരക്ടേഴ്സ് പറയുന്ന കാര്യവും ഈ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടി സ്കൂളിനെ പറ്റി തിരിച്ചറിയുന്നുണ്ട്, ഇനി ഇതാണ് എന്റെ പുതിയ ജീവിതം എന്ന് ആ വുമന്റെ വാക്കുകളിലൂടെ തിരിച്ചറിയുന്നുണ്ട്. അവസാനം കുറെ സമയം കടന്നുപോയി, ഞാൻ വൃദ്ധനായി എന്ന് അവസാനം വന്ന ആ യങ് മാന്റെ വാക്കുകളിൽ നിന്നും തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളും ഈ കുട്ടിയുടെ ക്യാരക്ടറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് വരികയാണെങ്കിൽ തുടക്കത്തിൽ ഇന്നസെന്റ് ആണ്, ക്യൂരിയസ് ആണ്, കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്, പിന്നെ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ ഇമോഷൻസ് വരുന്ന ക്യാരക്ടറാണ്, ഫ്രണ്ട്ലി ആണ്, അഡാപ്റ്റബിൾ ആണ്, സറൗണ്ടിങ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നുണ്ട് സ്കൂളിലൊക്കെ, അപ്പൊ അഡാപ്റ്റീവ് ആണ്. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി വന്നിട്ടുള്ള ചോദ്യം എന്താണ്, നൗ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നറേറ്റർ. പിന്നെ നറേറ്ററിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമുക്ക് എഴുതേണ്ടത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ക്യാരക്ടർ ട്രെയ്റ്റ്സ്, ക്യാരക്ടർ ഡെവലപ്മെന്റ്, മൈ ഒപ്പീനിയൻ, കൺക്ലൂഷൻ. ആദ്യം ഈ കഥാപാത്രത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ക്യാരക്ടർ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് ഈ കഥയിൽ. ഇനി ഈ കഥാപാത്രത്തെ പറ്റി നമ്മളുടെ ഒപ്പീനിയൻ, അവസാനം കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വായിക്കാം. ഇവിടെ ഓരോ ടൈറ്റിൽ കൊടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ ടൈറ്റിൽ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്. The narrator is the central character of the story Half a Day. Through his experience on the first day of school, he symbolically represents the journey of human life from childhood to old age. അപ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്ന കഥയിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ ആണ്, അതുപോലെ തന്നെ നറേറ്റർ ആണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യാത്രയെയാണ് തന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം തൊട്ട് ഈ നറേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ്. ഹി ഈസ് ഇന്നസെന്റ്, ഫിയർഫുൾ, ക്യൂരിയസ് ആൻഡ് ഇമോഷണൽ അറ്റ് ദ ബിഗിനിങ്. കഥ തുടങ്ങുമ്പോൾ വളരെ നിഷ്കളങ്കനും എന്നാൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആസ് ഹി ഗ്രോസ് ഹി ബിക്കംസ് ഫ്രണ്ട്ലി ആൻഡ് ലേൺസ് ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. പക്ഷെ വളരും തോറും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവുകയും പുതിയ പുതിയ സിറ്റുവേഷൻസിനോട് അഡാപ്റ്റും ആവുന്നുണ്ട്. ഹി എൻജോയ്സ് ഫ്രണ്ട്ഷിപ്പ്, ലേണിംഗ് ആൻഡ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ലൈഫ് ഓഫേഴ്സ്. ജീവിതം കൊടുക്കുന്ന പുതിയ പുതിയ പാഠങ്ങളും ഫ്രണ്ട്ഷിപ്പും സൗഹൃദങ്ങളും എല്ലാ എക്സ്പീരിയൻസുകളും എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തത് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. Initially, he sees school as a punishment and fears leaving home. ആദ്യം സ്കൂളിൽ പോകുന്നത് ഒരു ശിക്ഷ എന്നാണ് വിചാരിച്ചിരുന്നത്. ഗ്രാജുവലി ഹി എൻജോയ്സ് സ്കൂൾ, മേക്സ് ഫ്രണ്ട്സ് ആൻഡ് ഗെയിൻസ് നോളജ്. പക്ഷെ പതുക്കെ പതുക്കെ സ്കൂളിനെ ഇഷ്ടപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും പുതിയ എക്സ്പീരിയൻസുകളും അറിവുകളും അവിടെ നിന്ന് നേടുകയും ചെയ്യുന്നുണ്ട്. Later, he realizes that life is not always pleasant and that it includes difficulties and disappointments. പിന്നെ പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയാണ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റും സന്തോഷം നൽകുന്നതല്ല, അവിടെ കുറെ ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബൈ ദ എൻഡ് ഹി ഹാസ് ഗ്രോൺ ഓൾഡ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഇപ്പോൾ കഥ അവസാനിക്കുമ്പോൾ തുടക്കത്തിൽ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ആയതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ആവുന്ന ഒരു വൃദ്ധനായിട്ട് മാറുകയാണ്. അടുത്തത് മൈ ഒപ്പീനിയൻ ആണ്. ഇവിടെ ഈ ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കൂടി എഴുതാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ അഡ്മയർ ദ നറേറ്റർ ബിക്കോസ് ഹി ആക്സെപ്റ്റ്സ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ് ആൻഡ് ലേൺസ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. ഇവിടെ പറയുന്നത് ഞാൻ ഈ കഥാപാത്രത്തെ ആരാധിക്കുന്നു, കാരണം എന്താണ്, ലൈഫ് കൊടുക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുകയും അതിനെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ജേർണി റിമൈൻഡ്സ് അസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഈ കഥാപാത്രത്തിന്റെ യാത്ര നമുക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരുന്നത്? വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ഇമ്പോർട്ടൻസും നമ്മളുടെ പേഴ്സണാലിറ്റി വളരാനായിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ്. കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് The narrator's journey from a frightened schoolboy to an elderly man highlights the passage of time and the different stages of life. ഇപ്പോൾ പേടിച്ചിരുന്ന ഒരു സ്കൂൾ ബോയിൽ നിന്ന് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനായിട്ട് മാറുന്ന ഈ നറേറ്ററിന്റെ യാത്ര സമയത്തിന്റെ കടന്നുപോക്കും ജീവിതത്തിന്റെ പല സ്റ്റേജസും ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ത്രൂ ഹിം ദ ഓതർ കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് ആൻഡ് ഷുഡ് ബി ലിവ്ഡ് മീനിങ്ഫുള്ളി. ഈ കഥാപാത്രത്തിലൂടെ ഓതർ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ജീവിതം വളരെ ചെറുതാണ്, അത് വളരെ അർത്ഥവത്തായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. അപ്പൊ ഇതിൽ ഓരോ ടൈറ്റിലും തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതുക എന്ന് മനസ്സിലാവാനായിട്ടാണ്. ഇനി വേറൊരു കഥയിലെ ഏതെങ്കിലും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വന്നാലും നിങ്ങൾ ഇതുപോലെ എഴുതണം. ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ക്യാരക്ടർ എങ്ങനെയാണ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, കഥയിൽ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, തുടക്കത്തിൽ നിന്ന് അവസാനം വരുമ്പോഴേക്കും എന്തൊക്കെ മാറ്റാണ് വരുന്നത്, പിന്നെ നിങ്ങൾക്ക് ആ കഥാപാത്രത്തെ പറ്റിയുള്ള അഭിപ്രായം, അവസാനം ഒരു കൺക്ലൂഷൻ, ഈ രീതിയിൽ വേണം എഴുതാനായിട്ട്. ഇങ്ങനെ സബ് ഹെഡിങ്സ് കൊടുക്കരുത്, ഒരു പാസേജ് പോലെ വേണം എഴുതാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ചോദ്യം വരുന്നത്, ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ദ നറേറ്റർ റീകോൾസ് ദ മെമ്മറീസ് ഓഫ് ഹിസ് വെരി ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പൊ ഹാഫ് എ ഡേ എന്ന കഥയിൽ നറേറ്ററിന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ് പറയുന്നത്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്ലാസ്. നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ നറേറ്റ് ചെയ്യേണ്ടത്. നറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നു, ആദ്യം എന്താ ചെയ്തത്, അങ്ങനെ ആ ഒരു ഓർഡറിൽ വേണം അത് എഴുതാനായിട്ട്. അപ്പൊ നമുക്കത് വായിക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വെരി ക്ലിയർലി. എന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. മൈ പാരന്റ്സ് ടുക്ക് മീ ടു സ്കൂൾ ഏർലി ഇൻ ദ മോർണിംഗ്. എന്റെ പാരന്റ്സ് തന്നെ വളരെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഐ വാസ് വെയറിംഗ് എ ന്യൂ യൂണിഫോം ആൻഡ് ക്യാരിങ് എ ന്യൂ സ്കൂൾ ബാഗ്. ഞാൻ പുതിയ യൂണിഫോമും പുതിയ സ്കൂൾ ബാഗൊക്കെ കൊണ്ടാണ് പോയത്. ഓൾദോ ഐ വാസ് എക്സൈറ്റഡ് ടു സീ ദ ന്യൂ സറൗണ്ടിങ്സ്, ഐ ഓൾസോ ഫെൽറ്റ് നെർവസ് ബിക്കോസ് I had never been away from my parents for such a long time. പുതിയ സറൗണ്ടിങ്സിലേക്ക് പോവാൻ എനിക്ക് കുറെ ആകാംക്ഷ ഉണ്ടെങ്കിലും കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം എന്റെ പാരന്റ്സിനോട് ഇത്രയും ഞാൻ അകന്നിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. When I entered the school campus, I saw many children of my age. സ്കൂൾ ക്യാമ്പസിലേക്ക് കടന്നപ്പോൾ എന്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികളെ ഞാൻ കണ്ടു. Some were playing happily while others were crying. കുറെ കുട്ടികളെ സന്തോഷമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പേര് കരയുന്നുണ്ടായിരുന്നു. At first, I felt lonely and wanted to stay with my parents. ആദ്യമായിട്ട് എനിക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. എനിക്ക് എന്റെ പാരന്റ്സിന്റെ കൂടെ പോകണം എന്നാണ് തോന്നിയത്. മൈ ടീച്ചർ വെൽക്കംഡ് മീ വിത്ത് എ വാം സ്മൈൽ. വളരെ നല്ലൊരു ചിരിയോട് കൂടിയിട്ടാണ് എന്നെ ടീച്ചർ എന്നെ സ്വാഗതം ചെയ്തത്. ആൻഡ് ഹെൽപ് മീ സെറ്റിൽ ഡൗൺ ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് എന്നെ ക്ലാസ്സിൽ സെറ്റിൽ ആവാനായിട്ട് സഹായിച്ചു. Soon I started talking to some classmates and made a few friends. പെട്ടെന്ന് തന്നെ ഞാൻ മറ്റു കുട്ടികളോട് സംസാരിച്ച് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി. The teacher conducted interesting activities, sang songs and told us stories. അപ്പൊ ടീച്ചർ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി, പാട്ട് പാടി, പുതിയ കഥ പറഞ്ഞു തന്നു. Gradually my fear disappeared and I began to enjoy the school atmosphere. അപ്പൊ മെല്ലെ മെല്ലെ എന്റെ പേടിയൊക്കെ മാറി ആ സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. ഡ്യൂറിംഗ് ദ ബ്രേക്ക് ഐ പ്ലേഡ് വിത്ത് മൈ ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ഷെയർഡ് മൈ സ്നാക്സ് വിത്ത് ദം. ബ്രേക്ക് ടൈമിൽ ഞാൻ എന്റെ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് എന്റെ സ്നാക്സ് ഒക്കെ അവരോട് ഷെയർ ചെയ്തു. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഫെൽറ്റ് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ഇൻ ദ ന്യൂ എൻവയൺമെന്റ്. അപ്പൊ ആ ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ എൻവയൺമെന്റ് ആയിട്ട് ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി. വെൻ മൈ പേരന്റ്സ് കെയിം ടു പിക്ക് മീ അപ്പ്, I eagerly told them about everything that had happened at school. എന്റെ പേരൻസ് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. My first day at school was a memorable experience because it marked the beginning of my learning journey and helped me gain confidence and new friendships. എന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള, എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്റെ ലേണിംഗ് ജേർണി, അറിവിലേക്കുള്ള എന്റെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആണ്. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകാനും നല്ല ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാക്കാനും കാരണം ഈ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, എന്റെ സ്കൂളിൽ ആദ്യത്തെ ദിവസം ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നറേഷൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ പറ്റി നറേറ്റ് ചെയ്യാം. അപ്പൊ നറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് അതിന്റെ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, സ്കൂളിലേക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റു, സ്കൂളിൽ പോയി, പിന്നെ പേടിയായി, പക്ഷെ പിന്നെ സെറ്റിലായി, പിന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓർഡർ അവിടെയുണ്ട്. അപ്പൊ എന്ത് നറേഷൻ എഴുതുകയാണെങ്കിലും ആ സംഭവങ്ങളുടെ ഓർഡറിൽ വേണം നമ്മൾ നറേറ്റ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി സെഡ് ദ വുമൻ. ഇപ്പൊ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞത് കണ്ണീരൊക്കെ തുടച്ച് ജീവിതത്തെ സന്തോഷത്തോടു കൂടി ഫേസ് ചെയ്യാനാണ്. ദീസ് വേർഡ്സ് കംഫർട്ടഡ് ദ നറേറ്റർ. ഈ വാക്കുകൾ നറേറ്ററിന്റെ വിഷമൊക്കെ ഒന്ന് മാറ്റി. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൻ. ഇപ്പൊ സ്കൂളിലുണ്ടായിരുന്ന ആ സ്ത്രീയും ഈ ആൺകുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും, അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ബോയ്, മാം, ഐ എം എഫ്രൈഡ്, ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ അലോൺ. കുട്ടി ആ സ്ത്രീയോട് പറയാണ്, മാം എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. വുമൻ, ഡോണ്ട് ബി എഫ്രൈഡ് മൈ ചൈൽഡ്, പേടിക്കണ്ട, ദിസ് ഇസ് എ സേഫ് പ്ലേസ് ആൻഡ് യു വിൽ സൂൺ ഫീൽ ഹാപ്പി ഹിയർ. ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്, പെട്ടെന്ന് തന്നെ നിനക്ക് ഇവിടെ ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവും. ബോയ്, but
ബട്ട് ഐ മിസ് മൈ ഫാദർ ആൻഡ് മദർ. ഐ വോണ്ട് ടു ഗോ ഹോം വിത്ത് ദം. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും മിസ് ചെയ്യുന്നു. എനിക്ക് അവരുടെ കൂടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. വുമൻ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. എവറി ചൈൽഡ് ഫീൽസ് ദ സെയിം ഓൺ ദ ഫസ്റ്റ് ഡേ. ടീച്ചർ പറയാണ്, എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ വരുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ തന്നെയാണ്. സൂൺ യു വിൽ മേക്ക് മെനി ഫ്രണ്ട്സ് ആൻഡ് എൻജോയ് ബീങ് ഹിയർ. നീ പെട്ടെന്ന് തന്നെ ഇവിടെ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലമൊക്കെ എൻജോയ് ചെയ്യും. ബോയ്, വിൽ മൈ ഫാദർ കം ബാക്ക് ഫോർ മീ. അപ്പൊ കുട്ടി സംശയത്തിൽ ചോദിക്കുകയാണ്, എന്റെ അച്ഛൻ തിരിച്ചു വരില്ലേ എന്നെ കൊണ്ടുപോകാനായിട്ട്? വുമൻ, ഓഫ് കോഴ്സ് ഹി വിൽ കം വെൻ ദ സ്കൂൾ ഈസ് ഓവർ. തീർച്ചയായും സ്കൂൾ ടൈം കഴിയുമ്പോൾ വരും. അൺടിൽ ദെൻ യു ക്യാൻ ലേൺ ആൻഡ് പ്ലേ വിത്ത് ദ അതർ ചിൽഡ്രൻ. അതുവരെ മറ്റു കുട്ടികളുമായിട്ട് നിനക്ക് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. ബോയ്, വാട്ട് വിൽ വി ഡു ഹിയർ? നമ്മൾ എന്താ ഇവിടെ ചെയ്യാം? വുമൻ, യു വിൽ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്, സിംഗ് സോങ്സ്, പ്ലേ ഗെയിംസ് ആൻഡ് ഡിസ്കവർ മെനി ന്യൂ തിങ്സ്. നീ ഇവിടെ വായിക്കാനും എഴുതാനും പഠിക്കും, പാട്ട് പഠിക്കും, ഗെയിംസ് കളിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ നീ കണ്ടെത്തും. സ്കൂൾ വിൽ ഹെൽപ്പ് യു ഗ്രോ ഇൻ ടു എ ഗുഡ് ആൻഡ് യൂസ്ഫുൾ പേഴ്സൺ. നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഈ സ്കൂൾ നിന്നെ ഹെൽപ്പ് ചെയ്യും. ബോയ്സ്, ആർ ദ അതർ ചിൽഡ്രൻ ഫ്രണ്ട്ലി? മറ്റു കുട്ടികൾ ഫ്രണ്ട്ലി ആണോ? വുമൻ, യെസ് ദേ ആർ. ഗോ ആൻഡ് ടോക്ക് ടു ദം. ഐ എം ഷുവർ യു വിൽ ഫൈൻഡ് സം ഗുഡ് ഫ്രണ്ട്സ്. തീർച്ചയായും അവർ ഫ്രണ്ട്ലി ആണ്. പോയി അവരോട് സംസാരിക്കൂ. നിനക്ക് നല്ല കൂട്ടുകാരെ എന്തായാലും അവരിൽ നിന്ന് കിട്ടും. ബോയ്, ഐ സ്റ്റിൽ ഫീൽ എ ലിറ്റിൽ നെർവസ്. അപ്പൊ കുട്ടി പറയാണ്, എനിക്ക് ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ട്. വുമൻ, ദാറ്റ്സ് നോർമൽ. ബി ബ്രേവ് ആൻഡ് കോൺഫിഡന്റ്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ടീച്ചർ പറയാണ്, പേടിക്കേണ്ട, അത് നോർമലാണ്. ധൈര്യമായിട്ടും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കൂ. ഈ കണ്ണീരൊക്കെ തുടച്ച് ലൈഫിനെ നല്ല സന്തോഷത്തോടു കൂടി ഫേസ് ചെയ്യൂ. ബോയ്, താങ്ക് യു മാം, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. വുമൻ, വെരി ഗുഡ്. നൗ ഗോ ആൻഡ് ജോയിൻ യുവർ ക്ലാസ്മേറ്റ്സ്. വെരി ഗുഡ്. ഇനി പോയിട്ട് നിന്റെ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ ജോയിൻ ചെയ്യൂ. ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ അറ്റ് സ്കൂൾ. നിനക്ക് സ്കൂളിൽ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബോയ്, താങ്ക് യു മാം, ഐ ഫീൽ മച്ച് ബെറ്റർ നൗ. താങ്ക് യു മാം, എനിക്കിപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു എന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കോൺവെർസേഷൻ വരുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് ഹാഫ് എ ഡേ എന്ന ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.